ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഫിസിക്സിലെ പ്രഷർ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രൂപ്പ് ഡിയിലും NTPCയിലും വന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ടോപ്പിക്കിൽ കുറച്ച് നമ്മൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എന്ത് ചെയ്യുക, ആ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊന്ന് പഠിച്ചു പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. പ്രഷർ എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ ഓഫ് ദി സർഫസ്. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സർഫസ് ആണ് എന്ത്? പ്രഷർ കാണാനുള്ള ഫോർമുല. ഓക്കെ, F ഡിവൈഡഡ് ബൈ A ആണ്. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് എങ്ങനെ പറയാൻ പറ്റും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്തിൻ്റെ യൂണിറ്റ്? പ്രഷറിൻ്റെ യൂണിറ്റ്. ഇത് അല്ലാതെ തന്നെ പ്രഷറിനൊരു SI യൂണിറ്റ് ഉണ്ട്. അതാണ് എന്ത്? പാസ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? മറക്കരുത്. പ്രഷർ എന്ന് പറയുമ്പം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എങ്ങനെ നമുക്ക് പറയാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. അതിൻ്റെ SI യൂണിറ്റ് ആണ് പാസ്കൽ. യൂണിറ്റ്സ് എല്ലാം നല്ലോണം പഠിച്ചു പോകണം. പ്രോബ്ലംസിലും അല്ലാണ്ട് തിയറിയിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം തന്നെ അത് പഠിച്ചു പോവുക. ഇനി അറ്റ്മോസ്ഫറിക് പ്രഷറിൽ എന്ന് പറയുന്ന സമയത്ത് അതിൽ വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് 760 mm ഓഫ് മെർക്കുറി ആണ്. ഇനി ഈ അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ തന്നെ മറ്റൊരു യൂണിറ്റാണ് ബാർ എന്ന് പറയുന്നത്. ഒരു ബാർ ഈക്വൽസ് എന്താണ്? 10⁵ പാസ്കൽസ് ആണ്. 1 ബാർ ഇസ് ഇക്വൽ ടു 10⁵ പാസ്കൽസ് ആണ്. ഇനി അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ബാരോമീറ്റർ. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് കാലങ്ങളായി കേട്ട് വരുന്നതാണ്. എന്താണ് ഈ ഇൻസ്ട്രുമെന്റിന്റെ പേര്? അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബാരോമീറ്റർ കൊണ്ടാണ്. ഇനി അടുത്തത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാരോമീറ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബാരോമീറ്ററിൽ സഡൻ ഫാൾ ആണ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് വെതറിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ബാരോമീറ്ററിൽ റീഡിങ് സഡൻ ഫാൾ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോമിനെ കാണിക്കുന്നു. ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നതിനെ കാണിക്കുകയാണ് എന്ത്? സഡൻ ഫാൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്ലോ ഫാൾ ആണെങ്കിൽ റെയിൻ ആണ്. പതുക്കെയാണ് റീഡിങ്, സ്ലോ ആയിട്ടാണ് ഫാൾ ആവുന്നുണ്ടെങ്കിൽ അതെന്തിനെയാണ് കാണിക്കുന്നത്? മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, സ്ലോ റെയിൻഫാൾ എന്ന് ആലോചിക്കുക. സ്ലോ റെയിൻഫാൾ. സഡൻ ഫാൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്നില്ലേ? പെട്ടെന്നാണ് എന്തുണ്ട്? കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ സഡൻ ഫാൾ എന്ന് പറയുമ്പോൾ അത് സ്റ്റോം അല്ലെങ്കിൽ കൊടുങ്കാറ്റാണ്. സ്ലോ ഫാൾ എന്ന് പറയുമ്പോൾ സ്ലോ റെയിൻഫാൾ. അങ്ങനെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ സ്ലോ ഫാൾ ആണെങ്കിൽ അതെന്താണ്? റെയിൻ ആണ്. ഇനി ഒന്നേ ഉള്ളൂ എന്ത്? സ്ലോ റൈസ് ആണെങ്കിൽ ക്ലിയർ വെതർ ആണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പാസ്കൽസ് ലോ കേട്ടിട്ടുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽസ് ലോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വെച്ചിരിക്കുകയാണെന്ന് കരുതുക. അപ്പം നമ്മൾ ആ ബോട്ടിലിൻ്റെ മീതെ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷർ എന്താണ്? ഈക്വലായിട്ട് എല്ലാ ഏരിയാസിലും ഈക്വലായിട്ടാണ് എന്ത് ചെയ്യുക? എക്സേർട്ട് ചെയ്യുക. പ്രഷർ, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ ലിക്വിഡ് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ടാണ് ചെയ്യുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. 8, 9 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ കുറേ ഹോൾസുകൾ ഇട്ടിട്ട് നമ്മൾ മേലെ പ്രഷർ കൊടുക്കണം. അപ്പോൾ ആ വെള്ളം വീഴുന്ന രീതിയാണ് പണ്ടത്തെ ബുക്കുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്?
പാസ്കൽസ് ലോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും, ബോളിൽ നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ലിക്വിഡ് എന്താണ്, എല്ലാ സൈഡിലേക്കും ഈക്വൽ ആയിട്ടാണ് പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽസ് ലോ അതുപോലെ ചാൾസ് ലോ, ബോയിൽസ് ലോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ലോ ആണെന്ന് കരുതി ഇത് പഠിക്കാതെ വിട്ടു പോകരുത്, പഠിക്കണം. ഓക്കെ, പാസ്കൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സാമ്പിളാണ്, അല്ലെങ്കിൽ പാസ്കൽസ് ലോ എന്നുള്ള അത് വെച്ചിട്ട് അതിൻ്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് എന്തൊക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്നിവ. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആ ബുക്കിലൊക്കെ ഉള്ള എക്സാമ്പിളാണ്. തീർച്ചയായിട്ടും പഠിക്കണം. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്നിവയെല്ലാം ഏതിൻ്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്, പാസ്കൽസ് ലോ എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രഷറുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. എന്താണ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. അതുകൊണ്ടാണ് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ മൂക്കിൽ കൂടെ രക്തം വരുന്നതിൻ്റെ കാരണം എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായത് കൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ മൗണ്ടൻ ടോപ്പിൽ പോയിട്ട് കുക്ക് ചെയ്യാൻ എന്താണ്, ഡിഫിക്കൽട്ടാണ്. അതിന് കാരണം എന്താണ്, മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ദ ഫൗണ്ടൻ പെൻ ഓഫ് എ പാസഞ്ചർ ലീക്സ് ഇൻ എയറോപ്ലെയിൻ അറ്റ് ഹൈറ്റ്. അപ്പം ഇത്രയും എക്സാമ്പിൾ. അതിൻ്റെ റീസൺ എന്താണ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡ്യൂ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺസ് ഡു ക്ലൗഡ്സ് ഫ്ലോട്ട് ഇൻ ദ സ്കൈ? ആകാശത്ത് ക്ലൗഡ്സ്, മേഘങ്ങൾ പാറി നിൽക്കുന്ന പോലെ തോന്നാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം ലോ പ്രഷറാണ്. എന്താണ്, ലോ പ്രഷറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ പ്രഷർ ഇൻസൈഡ് ദ ക്യാബിൻ ഓഫ് ദ എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഇസ്. അതായത് ആകാശത്തിലൂടെ പറക്കുന്ന ഒരു എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള പ്രഷർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് പുറമേ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രഷർ ആയിരിക്കണം എവിടെ, ഈ എയർക്രാഫ്റ്റിൻ്റെ അകത്ത്, മോർ ദാൻ ദാറ്റ് ഓഫ് ഔട്ട്സൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് ആ പോയിന്റ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ആൻ ഇലക്ട്രിക് ബൾബ് ഓഫ് 100 watt ഈസ് യൂസ്ഡ് 8 hours per day. ദ എനർജി കൺസ്യൂംഡ് ബൈ ദ ബൾബ് ഇൻ 1 day ഈസ് ഡാഷ് യൂണിറ്റ്സ്. അതായത് ഒരു ഇലക്ട്രിക് ബൾബ്, 100 watt ഉള്ള ഒരു ബൾബ് 8 മണിക്കൂർ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റിയാണ് വരിക, എത്ര എനർജിയാണ് അവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എനർജി കൺസ്യൂം ചെയ്തതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ, പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. എന്താണ്, എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു പവർ കൺസ്യൂംഡ് ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. ഇ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 1000 ആണ്. ഇപ്പം തന്നെ നോട്ടിൽ എഴുതി വെക്കുക, അത് പഠിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 100 watt ഇൻറ്റു 8 hours ഡിവൈഡഡ് ബൈ 1000. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ടൈം. മോഷൻ എന്നുള്ള പാഠഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഒരുപാട് ഇതിനെ പറയാൻ നിൽക്കുന്നില്ല. എന്തൊക്കെയാണ്, പൊസിഷനെയും ടൈമിനെയും തമ്മിലുള്ള റിലേഷനാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്തുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്, പൊസിഷനും ടൈമും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഇനി എ ടേബിൾ, എ ചെയർ, എ ബൗൾ ഓഫ് ഫ്രൂട്ട് ആൻഡ് എ വയലിൻ. വാട്ട് എൽസ് ഡസ് എ മാൻ നീഡ് ടു ബി ഹാപ്പി ഇസ് സെഡ് ബൈ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാചകമാണ് എന്ത്, എ ടേബിൾ, എ ചെയർ, എ ബൗൾ ഓഫ് ഫ്രൂട്ട് ആൻഡ് എ വയലിൻ. ഇതിൽ കൂടുതൽ മനുഷ്യൻ എന്താണ് സന്തോഷിക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. An object has a potential energy of 400 joule with a mass of 20 kg and gravity of 10 Newton. The height of object is. നമ്മൾ 2 ദിവസങ്ങളിലായിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. പക്ഷെ വീണ്ടും ഓരോ ചോദ്യ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻസ് കടന്നു വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതേ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത് കേട്ടോ.
നിങ്ങൾ അപ്പം മനസ്സിലാക്കുക, ഈ ഭാഗത്ത് നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പല ഷിഫ്റ്റുകളിലായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും പഠിക്കാതെ എന്ത് ചെയ്യരുത്, പോവരുത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് കാണുക, mgh ആണ്. mgh ആണ് എന്ത് കാണാനുള്ള ഫോർമുല, പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല. എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി 400 ആണെന്ന് തന്നിട്ടുണ്ട്, മാസ് 20 ആണെന്ന് തന്നിട്ടുണ്ട്, G10 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് മാത്രം കണ്ടെത്തിയാൽ മതി, നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. 400 = 20 × 10 × h ചെയ്യുമ്പോൾ h എന്ത് കിട്ടും, 2 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, if two charged bodies having equal potential are connected through a conducting wire, then രണ്ട് ഈക്വൽ കഴിവുള്ള ഈക്വൽ പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് ചാർജ്ഡ് ബോഡീസിനെ ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കറന്റ് വിൽ നോട്ട് ഫ്ലോ, കറന്റ് എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഒരു ടേബിളിന് നമ്മൾ അവിടുന്നും ഇവിടുന്നും ഒരേ ഫോഴ്സിൽ നമ്മൾ തള്ളുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള ആ ചലനം എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഈക്വൽ പൊട്ടൻഷ്യലുള്ള രണ്ട് ചാർജ്ഡ് ബോഡീസിനെ ഒരു കണ്ടക്ടിംഗ് വയറിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പേഴ്സൺ ക്ലാപ്ഡ് ഹിസ് ഹാൻഡ്സ് നിയർ എ ക്ലിഫ് ആൻഡ് ഹേർഡ് എക്കോ ആഫ്റ്റർ 6 seconds. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ക്ലിഫ് ഫ്രം ദ പേഴ്സൺ. സഡൻ ആയിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്, ക്ലാപ്പ് ചെയ്യാണ് ഒരു ക്ലിഫിന്റെ അടുത്ത് നിന്നിട്ട്. അങ്ങനെയാണെങ്കിൽ എക്കോ കേട്ടത് 6 സെക്കൻഡിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ 346 ആണ് എന്ത് തന്നിരിക്കുന്നത്, വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. 346 ഡിവൈഡഡ് ബൈ 2. എന്തുകൊണ്ടാണ് 2 ചെയ്യുന്നത്, ഈ 346 എന്താണ്, 2 പ്രാവശ്യം എക്കോ ആണ്. ആദ്യം നമ്മൾ പറഞ്ഞു, പിന്നെ തിരിച്ച് കേൾക്കുകയാണ് അല്ലെ. അപ്പൊ 2 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംസാരം നടന്നിട്ടുണ്ട്, അതായത് കേൾവി നടന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് 346 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 173 എന്നുള്ളത് കിട്ടും. എത്ര സമയത്തിന് ശേഷമാണ് തിരിച്ച് കേട്ടത്, 6 സെക്കൻഡ്സിന് ശേഷമാണ് കേട്ടത്. അപ്പൊ 173 × 6 1038 മീറ്റർ ആണ് എന്ത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കാർ ആക്സിലറേറ്റ്സ് യൂണിഫോംലി ഫ്രം 18 km/h to 72 km/h in 5 seconds. The acceleration of the car is, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, ആക്സിലറേഷൻ A = v - u / t. നമ്മൾ കുറേ ഫിസിക്സിൽ 9th 10th സമയത്തൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. A = v - u / t. ഇതിൽ v എന്താണ്, v ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, 72 km/h ആണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തുടക്കം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, യു എന്ന് പറയുന്നത്. അത് എത്രയാണ് ഇവിടെ, 18 ആണ്. ടി എന്ന് പറയുന്നത് എന്താണ്, ടൈമാണ്. അപ്പൊ ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ആക്സിലറേഷൻ = b - u / t. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വസ്റ്റ്യൻ km/h തന്നിരിക്കുന്നത്, ആൻസർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കിലോമീറ്ററിനെ നമ്മൾക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 72 × 5/5 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പം 72 × 5/18 ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും, 20 m/s എന്ന് കിട്ടും. യു എന്ന് പറയുമ്പോൾ എന്താ, ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി 18 km/h ഇൻറ്റു മീറ്റർ/സെക്കൻഡിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് 18 × 5/18 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5 m/s എന്ന് കിട്ടും. ഇത്രയും വരെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, A = v - u / t. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ 20 - 5 = 15. 15/t എത്രയാ, 5. അപ്പൊ എത്ര കിട്ടും നമുക്ക്, 3 എന്ന് കിട്ടും. ഓക്കെ, അതായത് 20 m/s - 5 m/s എത്രയാണ്, 15 ഡിവൈഡഡ് ബൈ നമ്മൾക്ക് തന്നിരിക്കുന്ന ടൈം എത്രയാണ്, 5. അപ്പൊ എത്ര നമുക്ക് കിട്ടും, 3 m/s എന്ന് കിട്ടും. m/s² എന്ന് കിട്ടും.
ഇതും തെറ്റിക്കരുത്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത്. അപ്പം ചിലപ്പം നിങ്ങൾക്ക് ഇനി തരുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അങ്ങനെയൊക്കെ തരും. അങ്ങനെ തരുവാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ വാല്യൂസ് തന്നെ തന്നിട്ട് യൂണിറ്റ് മാത്രം ഡിഫറൻസ് തരും. അങ്ങനെ തരികയാണെങ്കിൽ കൂടെ തെറ്റിപ്പോകാണ്ടിരിക്കാനാണ് പറഞ്ഞത്. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇതിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ സപ്പോസ് ഇതിന്റെ കൂടെ ഇതിന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണെന്നും കൂടെ ചോദിച്ചു എന്ന് കരുതുക. അതായത് ഇപ്പൊ ഇവിടെ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഈസ് എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇതിന് പകരം ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചോദിക്കുകയാണ്? ദ ആക്സിലറേഷൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ എന്നുകൂടെ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എപ്പോഴത്തെയും പോലെ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്, പ്ലസ് ഹാഫ് എ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ആണ് ഇൻറ്റു ടി സ്ക്വയർ ആണ്. അപ്പം ഈ ഫോർമുല കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇതിൽ ഞാൻ സോൾവ് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യനിൽ ഇത് എന്ത് ചോദിച്ചിട്ടില്ല? ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ആക്സിലറേഷൻ തന്നെയാണ്. ഞാനൊരു എക്സ്ട്രാ സപ്പോസ് ഇത് കൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്താണ് ഇത് പറഞ്ഞാണ്. അപ്പോൾ ഇത് കൂടെ എന്ത് ചെയ്യുക? കൂടെ നോട്ട് ചെയ്ത് വെക്കുക. എസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.